നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും ഒരേ വേഗത്തിൽ VD സതീശനെതിരെ തിരിഞ്ഞിരിക്കുകയാണല്ലോ. ശരിക്കും എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഇവർ VD സതീശൻ പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞത്? ഇതിന് പിന്നിൽ CPMൻ്റെയും പിണറായി വിജയൻ്റെയും ഗൂഢാലോചനയാണ് ചിലരൊക്കെ കാണുന്നത്. എന്നാൽ യഥാർത്ഥ സംഭവം ഇതൊന്നുമല്ലെന്ന് CPMനുള്ളിൽ തന്നെയുള്ള ചില സൂചനകൾ വ്യക്തമാക്കുന്നു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും വീണ്ടും ഒരുമിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് CPMനായിരിക്കില്ല വരുന്ന തെരഞ്ഞെടുപ്പിൽ, മറിച്ച് BJPക്കായിരിക്കും. അപ്പോൾ BJPക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രയോജനം കിട്ടാൻ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരുമായി ഒത്തുചേരാൻ എന്തിന് CPM പച്ചക്കൊടി കാണിക്കണം? എന്തിന് CPM അതിനായി തന്ത്രങ്ങൾ മെനയണം? അവിടെയാണ് കളി എന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നര കളി. വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും വീണ്ടും ഒരുമിപ്പിച്ചത് പിണറായി വിജയനോ CPMനോ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയല്ല. ഇത് നാഗ്പൂരിൽ നിന്ന് RSSൻ്റെ കേന്ദ്രമായ അല്ലെങ്കിൽ RSSൻ്റെ കേന്ദ്രസ്ഥാനമായ നാഗ്പൂരിൽ നിന്നുള്ള ഒരു ഓപ്പറേഷനാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കേരളത്തിൽ മേൽക്കൈ ഉണ്ടാകരുത്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കരുത് എന്ന് വെച്ചാൽ കോൺഗ്രസിനും UDFനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭൂരിപക്ഷം കിട്ടരുത്. അതിനുവേണ്ടി ചെയ്യാവുന്ന ഏറ്റവും മികച്ച തന്ത്രങ്ങളിലൊന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഹൈന്ദവ സമുദായ സംഘടനകളെ CPMൻ്റെ വശത്താക്കുക, അതോടൊപ്പം തന്നെ ക്രൈസ്തവരെ മുസ്ലിങ്ങൾക്ക് എതിരാക്കുക, അങ്ങനെ മുസ്ലിങ്ങളും മുസ്ലിം വിരുദ്ധരും എന്ന രീതിയിലേക്ക് ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കുക. ഈ തന്ത്രം ആണ് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഈ തന്ത്രത്തിൻ്റെ ഈ സംഘപരിവാർ BJP അല്ലെങ്കിൽ നാഗ്പൂർ തന്ത്രത്തിൻ്റെ കേവലം ഉപകരണങ്ങൾ മാത്രമാണ് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരുമെല്ലാം. VD സതീശനെതിരെ ഇവർ തിരിയുന്നത് യഥാർത്ഥത്തിൽ സതീശൻ വലിയ നേതാവായതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തകർത്താലേ UDFനെ തകർക്കാൻ കഴിയുള്ളൂ ഇതൊന്നും കൊണ്ട് മാത്രമല്ല. സതീശൻ അല്ലെങ്കിൽ വേറൊരു നേതാവ് ഇത്തരം നിലപാടെടുത്താൽ അവർക്കെതിരെയും ഇവർ തിരിയും. കാരണം BJPയെയും സംഘപരിവാറിനെയും സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇനി ഒരു കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടാകാൻ പാടില്ല. കേരളത്തിൽ ഒരു കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടായാൽ അത് ദേശീയ തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. കോൺഗ്രസിന് കുറച്ചുകൂടി ഒരു ഉണർവ് കിട്ടും, മുന്നോട്ട് പോകാനുള്ള പ്രേരണ കിട്ടും. അതോടൊപ്പം ദക്ഷിണേന്ത്യയിൽ BJPയുടെ പരിപ്പ് വേവിക്കാൻ വച്ചിരിക്കുന്ന വെള്ളം എടുത്ത് വാങ്ങി വെക്കേണ്ടി വരും. ദക്ഷിണേന്ത്യയിൽ BJPക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് ഭരണം. കർണാടക BJPയുടെ കയ്യിലാണെങ്കിലും അല്ലെങ്കിൽ കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസ് സർക്കാരാണെങ്കിലും വീണ്ടും BJP അധികാരത്തിൽ വരും എന്നൊക്കെ തന്നെയാണ് അവർ പറയുന്നതെങ്കിലും ആന്ധ്ര, തമിഴ്നാട്, കേരള, കാരണം കർണാടകത്തിൽ BJP വളരാവുന്നതിൻ്റെ പരമാവധി വളർന്നു കഴിഞ്ഞു. ഇനി കൂടുതലൊന്നും സീറ്റുകളൊന്നും അവർക്ക് അവിടെ നിന്ന് ലഭിക്കില്ല. എന്നാൽ ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട്, കേരളം ഈ 4 സംസ്ഥാനങ്ങളിൽ BJPക്ക് പിടിമുറുക്കിയേ മതിയാവും. ആന്ധ്രയിൽ ഇപ്പോൾ ചന്ദ്രബാബു നായിഡു BJPയുടെ സഖ്യകക്ഷിയാണ്. തെലങ്കാനയിൽ ഇപ്പോൾ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്, അവിടെ BJPക്ക് വലിയ റോളില്ല. തമിഴ്നാട്ടിൽ 2 ദ്രാവിഡ കക്ഷികളിലായി തമിഴ്നാട് രാഷ്ട്രീയം വിഭജിച്ചു നിൽക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഒരു ദ്രാവിഡ കക്ഷിയെ കൂട്ടിച്ചേർത്താൽ തങ്ങളുടെ കൂടെ ചേർത്താൽ BJPക്ക് അവിടെ അത്യാവശ്യം തെരഞ്ഞെടുപ്പ് നേട്ടം ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണി തകർന്നാൽ മാത്രമേ BJPക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഒരു തവണ കൂടി പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്ന് RSS ആഗ്രഹിക്കുന്നു. ആ രീതിയിലുള്ള ഒരു നീക്കത്തിൻ്റെ എന്ന് വെച്ചാൽ ഒരു തവണ കൂടി പിണറായി വിജയൻ, 3-ാം തവണ കൂടി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാൽ പിന്നെ UDFോ അല്ലെങ്കിൽ കോൺഗ്രസോ കേരളത്തിൽ ഉണ്ടാകില്ല. അങ്ങനെ BJPക്ക് കൃത്യമായൊരു സ്പേസ് കേരളത്തിൽ കിട്ടും. അങ്ങനെ 3-ാം പിണറായി സർക്കാരിനെ കൊണ്ടുവരാനുള്ള RSS തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന ഈ സുകുമാരൻ നായർ വെള്ളാപ്പള്ളി കൂട്ടുകെട്ടും അതിന് CPMൻ്റെയും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പിന്തുണ ഉണ്ടെന്ന് പറയുന്നതും അല്ലെങ്കിൽ പിണറായി വിജയനും വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ചേർന്നൊരു കുറുമണ്ണി ഉണ്ടാക്കുന്നതെന്ന് പറയുന്നതെല്ലാം അടിസ്ഥാന സംഭവം
വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിലേറ്റാതിരിക്കാനുള്ള RSS തന്ത്രമാണ്. ഈ RSS തന്ത്രത്തിലെ RSS ഒരുക്കിയിരിക്കുന്ന നാടകത്തിലെ കേവലം കഥാപാത്രങ്ങൾ മാത്രമാണ് പിണറായിയും വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും എന്നെല്ലാമെന്നാണ് CPM-ന്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള വിമർശനം.